ഹലോ ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ വിക്രത്തിൻ്റെ പുറകെ തന്നെയുണ്ട് കേട്ടോ. വിക്രത്തിനെ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വേദയുടെ ശ്രമവും. അങ്ങനെ ശ്രമിച്ച് വിക്രം കുറേയൊക്കെ മാറി വരികയാണ്. ആ സമയത്താണ് വിക്രത്തിനൊരു പനി പിടിച്ചൊക്കെ കിടക്കുന്നത്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഒരു ദിവസം വിക്രം രാവിലെ ഇറങ്ങിപ്പോവാണ് കേട്ടോ. ഇറങ്ങിപ്പോകുമ്പം വേദവാതിക്കൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ വിക്രം ഇറങ്ങി വരുമ്പോഴേക്കും ശ്രീജ കാപ്പി കൊടുക്കുകയാണ് വിക്രത്തിന്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഓ എനിക്ക് വേണ്ട കാപ്പി, ശ്രീ ചേച്ചി ദേണ്ടേ ആ വേതാളം ഇരിക്കുന്നു, അതിന് കൊടുക്ക് എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ കമലം പറയുന്നുണ്ട്, വേദയ്ക്ക് ഞാൻ കാപ്പി കൊടുത്തു, അവൾ കാപ്പി കുടിക്കുകയും ചെയ്തു, ഈ കാപ്പി നീ കുടിക്കു വിക്രം എന്ന് പറയാണ്. അങ്ങനെ വിക്രം ആ കാപ്പി വാങ്ങി കുടിക്കുകയാണ്. അപ്പോൾ കമലൻ ചോദിക്കുന്നുണ്ട്, എന്താ വിക്രം, എന്താ ഒരു വിഷമം പോലെ നിനക്ക്, നീ ഇപ്പോൾ രാവിലെ എങ്ങോട്ടാണ് പോകുന്നേ? ഒന്നുമില്ല, പതിവ് പോലെ പാർട്ടി ഓഫീസിലൊക്കെ ഒന്ന് പോകണം എന്ന് പറയാണ്. അപ്പം കമലൻ പറയുന്നുണ്ട്, വേണ്ട വിക്രം, ഈ തല്ലും ഗുണ്ടായിസം ഇതൊന്നും നിനക്ക് ചേരില്ല, നീ ഇത് വേണ്ടെന്ന് വെക്ക്, നിനക്കെന്തോ വയ്യായികയൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുക. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അതെ എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുക ഇന്ന്, ശരീരത്തിനൊക്കെ ഒരു വല്ലായ്മ പോലെ, എന്താണെന്ന് അറിയില്ല, പനിയോ വല്ലതും ഉണ്ടോയെന്ന് അറിയില്ല എന്ന് പറയുക. അപ്പോൾ കമലൻ പറയുന്നുണ്ട്, അത് മോനെ നീ എന്നാ ഡോക്ടറെ പോയി കാണ്. ഇല്ല എനിക്ക് പോകണം, എനിക്ക് കുറച്ച് പണി ചെയ്ത് തീർക്കാനുണ്ട് എന്ന് പറഞ്ഞ് വിക്രം അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അതിനൊക്കെ ശേഷം ഒരുപാട് രാത്രിയാകാണ്. വൈകിട്ട് രാത്രിയാകുമ്പോഴേക്കും കമലൻ കയറി കിടക്കാൻ വേണ്ടി പോവുക. അപ്പോൾ വേദ അവിടെ ഹോളിൽ തന്നെയുണ്ട്. വേദയോട് പറയുന്നുണ്ട്, മോളെ ഞാൻ കിടക്കാൻ പോവാണ്, ഇന്നുവരെ വിക്രം വന്നിട്ടില്ല, അവനെ വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല, ചിലപ്പോൾ കുറച്ച് കഴിയുമ്പം വരുമായിരിക്കും, അവനിങ്ങനെ ലേറ്റായി വരുന്ന സ്വഭാവമൊക്കെ ഉണ്ട്, അതുകൊണ്ട് വരുവാണെങ്കിൽ മോളൊന്ന് ഡോറ് തുറന്നു കൊടുത്തേക്കണം എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം വേദ ഉറങ്ങാതെ ഇങ്ങനെ കിടക്കുകയാണ്. വിക്രത്തിനെ കണ്ടില്ലല്ലോ എന്നൊക്കെ വേദയെ ഓർക്കുന്നുണ്ട് കേട്ടോ. ആ സമയം വന്ന് ഡോറിൽ മുട്ടുകയാണ് വിക്രം. അപ്പോൾ വേദ എണീറ്റിരുന്ന് വാതിൽ ഓർക്കുക. വാതിൽ തുറന്നു കഴിയുമ്പം വിക്രം കയറി വരികയാണേ. വല്ലാത്തൊരു ക്ഷീണിച്ച അവസ്ഥയിലാണ് വിക്രം വരുന്നത്. അത് കണ്ട് വേദ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി വിക്രം എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല, ആകെപ്പാടെ ഒരു ക്ഷീണവും ഒരു വല്ലായികയൊക്കെ പോലെ തോന്നുകയാണ് എന്ന് പറയാണ്. നടന്നു വരുമ്പം തന്നെ വിക്രത്തിന് നടക്കാൻ വളരെ ബുദ്ധിമുട്ടൊക്കെ തോന്നുക. അപ്പോൾ വേദ പെട്ടെന്ന് കയ്യിൽ കയറി പിടിക്കുക. അല്ല, വല്ലാത്തൊരു ക്ഷീണമുണ്ടല്ലോ, എന്താ ഇങ്ങനെ നടക്കാൻ പോലും ബുദ്ധിമുട്ടാണല്ലോ, നല്ല പനിയുണ്ടല്ലോ, നല്ല ചൂടുമുണ്ട് എന്നൊക്കെ വേദ പറയാണ്. അപ്പോൾ വിക്രം പറയാം, നീ അങ്ങ് വിട്ടേ, സാരില്ല, ഒരു ചെറിയ പനിയുണ്ട്, അതങ്ങ് മാറിക്കോളും എന്നിങ്ങനെ പറയാണ്. അങ്ങനെ വിക്രം തീരെ വയ്യാത്തൊരവസ്ഥയിലാണ് റൂമിലേക്ക് പോകുന്നത്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഒന്നും കഴിക്കുന്നില്ലേ, എന്തെങ്കിലും ഭക്ഷണം എടുത്ത് കഴിച്ചിട്ട് കിടക്ക്. അപ്പോൾ വിക്രം പറയണം, വേണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് തീരെ സുഖമില്ല, ഞാനൊന്ന് ഉറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ് റൂമിലേക്ക് പോവാണ്. അപ്പോൾ വേദയും പുറകെ ചെല്ലുന്നുണ്ട്. അപ്പോൾ വേദ നോക്കുമ്പോൾ വിക്രം ആകെപ്പാടെ അസ്വസ്ഥനായിട്ട് തണുത്ത് വിറച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് വേദ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, എന്ത് പറ്റി വിക്രം? അല്ല, ഇന്ന് വയ്യായികയാണ്, തീരെ സുഖമില്ലാത്തൊരവസ്ഥയാണ് എന്ന് പറയാണ്. അതെന്താ ഇപ്പോൾ സുഖമില്ലാത്ത അവസ്ഥ, നല്ല പനിയുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. എന്ന് പറയുമ്പം വേദ പറയാണ്, നിൽക്ക്, ഞാൻ പോയിട്ട് ഒരു ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരാം, അതൊന്ന് കുടിച്ചു നോക്ക്, അത് കുടിക്കുമ്പം ചിലപ്പം കുറച്ചൊരു മാറ്റം വരികയായിരിക്കും എന്ന് പറഞ്ഞ് വേദ അടുക്കളയിലേക്ക് പോവുകയാണ് കേട്ടോ. അടുക്കളയിൽ ചെന്ന് വേദ ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് വിക്രത്തിന് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിക്രം അത് വാങ്ങി കുടിക്കുകയാണ്. കുടിച്ചു കഴിഞ്ഞ് കിടക്കാൻ പോവാണ്. അപ്പം വേദ ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ നല്ല ക്ഷീണം, നല്ല പണിയുണ്ടായിരുന്നല്ലോ, അതൊന്നും പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവില്ല, വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്ന പോലല്ല പുറത്തേക്ക് ഇറങ്ങി ജോലി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേദ പറയും, ഓഹോ ഇപ്പം അങ്ങനെയായല്ലേ, പുറത്തേക്ക് ഇറങ്ങി എന്ത് ജോലിയാണ് ചെയ്യുന്നത്, മറ്റുള്ളവരെ തല്ലാനും കൊല്ലാനും പോകുന്നതല്ലേ നിൻ്റെ ജോലി, അല്ലാതെ വേറൊന്നും അല്ലല്ലോ. പിന്നെ തല്ലാനും കൊല്ലാനും ഒക്കെ പോകുന്നവർക്ക് ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ വരും. പിന്നെ ഒരു കാര്യം ആലോചിച്ചാൽ മതി, ഇങ്ങനെ ഗുണ്ടായിസെന്ന് പറഞ്ഞ് ആരുടെയിലൊക്കെ പുറകെ നടന്നു കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വയ്യായിക വരുമ്പം അവരാരും കാണില്ല, എവിടെയെങ്കിലും വീണ് കിടന്ന അങ്ങനെ തന്നെ കിടക്കേ ഒരു മനുഷ്യരും കാണില്ല, അത് നീ ഓർക്കണം എന്ന് വിക്രത്തിനോട് വേദ പറയാണ്. അപ്പോൾ വിക്രം പറയാണ്, ഒന്ന് നിർത്തടി, തീരെ വയ്യാതിരിക്കുമ്പോഴാണ് അവളുടെ ഒരു ഉപദേശം എന്ന് പറഞ്ഞിട്ട് വിക്രം പുതച്ചു മൂടിങ്ങനെ കിടക്കുക. അപ്പോൾ വേദ നോക്കുമ്പോൾ വിക്രത്തിന് നല്ല പനിയുണ്ട്, നല്ല വിറയൊക്കെ ഉണ്ട്.
അപ്പോൾ വേദ ഹോളിൽ നിന്ന് തന്നെ ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട് വന്ന് വിക്രത്തിൻ്റെ റൂമിൽ തറയിൽ വിരിച്ചിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, എന്താണ് നീ ഇന്ന് ഇവിടെ കിടക്കുന്നത്? എൻ്റെ റൂമിൽ കിടക്കാതെ ഇറങ്ങിപ്പോടി എന്ന് പറയാം. അപ്പോൾ പറയാണ്, വയ്യാതെ ഇരിക്കുകയല്ലേ, അവിടെ ഒന്ന് മിണ്ടാതെ കിടക്ക് കുറച്ച് നേരം. തീരെ വയ്യാത്ത അവസ്ഥയിൽ വല്ല വെള്ളമോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ എന്താ ചെയ്യുന്നേ? അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഞാൻ ഇന്നിവിടെ കിടന്നോളാം എന്ന് പറയണം. അങ്ങനെ വേദ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ വിക്രം കുറേ സമയം കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഉണർന്നിട്ട് ദാഹിച്ചിട്ട് വയ്യാതാവുക വിക്രത്തിന്. അപ്പോൾ വിക്രമാണെങ്കിൽ വെള്ളം എടുക്കാനൊക്കെ എണീക്കുന്നുണ്ട്. ആകെപ്പാടെ പനിച്ച് വിറച്ച് എണീക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ നോക്കുകയാണ് അടുത്തിരുന്ന പാത്രത്തിൽ വെള്ളം ഉണ്ടോയെന്ന്. അപ്പോൾ ആ പാത്രത്തിലൊന്നും വെള്ളവും കിട്ടുന്നില്ല, എടുക്കാനും പറ്റുന്നില്ല. ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പം വേദയെ വിളിച്ചാൽ കൊള്ളാമെന്ന് വിക്രത്തിന് തോന്നുകയാണ്. പക്ഷേ എങ്ങനെ അവളെ വിളിക്കുക, മോശമല്ലേ എന്നൊക്കെ ഓർക്കുക. എന്നിട്ട് അവസാനം വിക്രം വിളിക്കുകയാണ്, ഡി എന്നിങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ വേദ നോക്കുന്നുണ്ട്. എന്താ എന്ന് ചോദിക്കുമ്പോൾ പറയണം, എനിക്ക് കുറച്ച് വെള്ളം എടുത്ത് തരാമോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയാണ്, ഓഹോ, അപ്പം ഞാനിവിടെ കിടന്നപ്പോൾ പറഞ്ഞു വെള്ളം എടുത്ത് തരണ്ട, ഇവിടെ ആരും കിടക്കണ്ടെന്ന്. അപ്പം ഇപ്പോൾ വെള്ളത്തിന് ആവശ്യം വന്നില്ലേ? ഇതെനിക്കറിയായിരുന്നു എന്ന് പറഞ്ഞ് വെള്ളം എടുത്ത് കൊടുക്കുകയാണ്. ആ വെള്ളം വാങ്ങി കുടിച്ചിട്ട് വിക്രം പറയുന്നുണ്ട്, നീ കൂടുതൽ ജാടയൊന്നും ഇറക്കണ്ട, ഞാനിപ്പോൾ ദാഹിച്ചപ്പം കുറച്ച് വെള്ളം ചോദിച്ചെന്നേ ഉള്ളൂ. ഓ ഓ ശരി ശരി, കിടന്നുറങ്ങിക്കൂ എന്ന് വേദയും പറയുകയാണ്. എന്നിട്ട് വേദ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അത് കഴിഞ്ഞ് രാവിലെ ആകുമ്പോഴേക്കും വിക്രത്തിന് പനിയൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. വിക്രം ഉണർന്നു കഴിയുമ്പോൾ നോക്കുമ്പോൾ വേദ നല്ല ഉറക്കമാണ് കേട്ടോ, അവിടെ പുതച്ച് മൂടിക്കിടന്ന്. വിക്രം പറയുന്നുണ്ട്, ആഹാ ഇവളിതുവരെ എണീറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എണീറ്റ് പോവാണ്. എണീറ്റ് പോയി അടുക്കളയിൽ പോയിട്ട് ഒരു കാപ്പിയൊക്കെ വാങ്ങി കുടിക്കുകയാണ് കേട്ടോ. അപ്പം കമലൻ ചോദിക്കുന്നുണ്ട്, നീ ഇന്നലെ എപ്പോഴാണ് മോനെ വന്നതെന്ന് ചോദിക്കുക. ഞാൻ കുറച്ച് ലേറ്റായ വന്ന്, എനിക്ക് തീരെ വയ്യായിരുന്നു, നല്ല പനിയുണ്ടായിരുന്നു, അതുകൊണ്ട് കിടന്നതേ ഓർമ്മയുള്ളൂ, നന്നായി ഉറങ്ങി, ഭയങ്കര ക്ഷീണമായിരുന്നു എന്ന് പറയാണ്. ആഹാ എന്നിട്ട് മരുന്നൊന്നും വാങ്ങിച്ചില്ലേന്ന് ചോദിക്കുക കമലം. അപ്പോൾ പറയുന്നുണ്ട്, ആ വേദ എനിക്ക് ചുക്ക് കാപ്പി ഇട്ട് തന്നു, അത് കുടിച്ചു, രാത്രി മുഴുവൻ അവൾ ഉറങ്ങിയിട്ടൊന്നുമില്ല, ഞാൻ വെള്ളമൊക്കെ ഇടയ്ക്ക് ചോദിച്ചായിരുന്നു, ഇപ്പാടെ നല്ല ഉറക്കം അവൾ എന്ന് പറയാണ്. എന്നിട്ട് വിക്രം പറയുന്നുണ്ട്, ഒരു കാപ്പി കൂടി തരുമോ ശ്രീചേച്ചി എന്ന് ചോദിക്കുക. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, ആഹാ വിക്രത്തിന് ഒരു കാപ്പി കൂടി വേണോ, ഞാൻ തരാമല്ലോ എന്ന് പറയുക. അപ്പം വിക്രം പറയാണ്, അത് എനിക്കല്ല വേദയ്ക്കാ, അവൾ രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നതല്ലേ, എനിക്ക് ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് തന്നതാ, അപ്പം ഒരു കാപ്പി ഉണ്ടാക്കി അവൾക്ക് കൊണ്ട് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാ എന്ന് പറയാണ്. അപ്പം ശ്രീജ പറയാണ്, ആ അത് നന്നായി, ഞാനിപ്പോൾ എടുത്തു തരാമല്ലോ വിക്രം എന്ന് പറയുക കേട്ടോ. ശ്രീജയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവരൊന്നാവുന്നത്. അങ്ങനെ കാപ്പി എടുത്ത് കൊടുക്കുകയാണ് ശ്രീജ. അങ്ങനെ വിക്രം ആ കാപ്പിയൊക്കെ ആയിട്ട് വേദയുടെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ കമലമ്മയും ശ്രീജയും കൂടെ പറയുന്നുണ്ട്, കണ്ടോ അവന് മാറ്റം വരുന്നുണ്ട്, അവന് വേദയോടൊരു ഇഷ്ടമൊക്കെ ഉണ്ട്, അതുകൊണ്ടല്ലേ അവൾക്ക് കാപ്പിയൊക്കെ ആയിട്ട് പോയത്, മാറിയാൽ മതിയായിരുന്നു എന്നൊക്കെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പറയുകയാണ് കേട്ടോ. വിക്രാണേലും കാപ്പിയൊക്കെ കൊണ്ടുപോയി വേദയ്ക്ക് കൊടുക്കുന്നുണ്ട് വിളിച്ച്. അപ്പോൾ വേദ പറയാണ്, ആഹാ എനിക്കിത് കാപ്പിയൊക്കെ കൊണ്ട് തന്നോ എന്നിങ്ങനെ പറയുക. വേദയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വിക്രം മാറിയല്ലോ എന്ന്. വിക്രത്തിൻ്റെ മനസ്സിലാണേലും വേദയോട് ഒരു ശകലം സ്നേഹമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. ഇനി അത് കഴിയുമ്പോൾ സ്നേഹവും കരുതലും എല്ലാം തോന്നി തുടങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ. താങ്ക്